നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ മരിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഷൈനിനും സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കുണ്ട്. ഷൈനിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്നു കുടുംബം. ലോറിയുമായി കൂട്ടിടിച്ചാണ് അപകടമുണ്ടായത്. ചാക്കോയും ഭാര്യയും മധ്യഭാഗത്തെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഷൈൻ പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്നു. ഡ്രൈവർക്കൊപ്പം മുന്നിലാണ് സഹോദരൻ ഉണ്ടായിരുന്നത്. അപകടം നടന്ന ഉടനെ തന്നെ ചാക്കോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷൈനിന് കൈക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസ്സാരമാണെന്നാണ് റിപ്പോർട്ട്. മകന്റെ വളർച്ചയിൽ ഏറെ അഭിമാനിച്ച ഒരു പിതാവാണ് ഷൈൻ ടോം ചാക്കോയുടെ പ്രിയ ഡാഡി ചാക്കോ. 10 വർഷങ്ങളിൽ കൂടുതലായി ഷൈനിന്റെ പേരിലുണ്ടായിരുന്ന കൊക്കെയിൻ കേസ് നടത്താൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. എത്ര വർഷമെടുത്താണെങ്കിലും മകന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ഉത്തമ ബോധ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. പിന്നീട് മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. ഏറ്റവും ഒടുവിൽ മരണത്തിലേക്ക് പോകുമ്പോഴും മകന്റെ ആവശ്യത്തിനായുള്ള യാത്രയായിരുന്നു അതും. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഷൈനും ഡാഡിയും മമ്മിയുമായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത്. അപകടത്തിൽ ചാക്കോ മരണപ്പെടുകയും ഷൈനിനും അമ്മയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ ഷൈൻ എന്നും മുൻപിലാണെന്നാണ് ഡാഡി എപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഷൈനിന്റെ പേര് ഒരു കേസ് കൂടി വന്നപ്പോഴും ഉറച്ച സ്വരത്തോടെ അദ്ദേഹം പറഞ്ഞതും മകന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഡാഡിയാണെങ്കിലും ഞാൻ ഷൈനിന്റെ മാനേജറാണെന്ന് അടുത്തിടെ അഭിമാനത്തോടെ ചാക്കോ പറഞ്ഞിരുന്നു. അതേസമയം കൊക്കെയിൻ കേസിൽ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേഷന് താഴെ കണ്ണുനീർ പൊഴിച്ചു നിന്ന ഡാഡിയുടെ മുഖം ഇന്നും ഹൃദയത്തിൽ വേദനയാണെന്ന് അടുത്തിടെയാണ് ഷൈൻ പറഞ്ഞത്. ഡാഡിക്കും മമ്മിക്കും മൂത്ത മകനായി ജനിച്ച ഷൈൻ ഒരു നല്ല മകനാണെന്ന് ചാക്കോ എന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ കാരണമില്ലാത്ത കുറ്റങ്ങളൊക്കെയും എൻ്റെ മാതാപിതാക്കന്മാർ കേട്ടിട്ടുണ്ടെന്നും അതിൻ്റെ കുറ്റബോധം തന്നെ വേട്ടയാടിയ കാര്യമൊക്കെ ഷൈൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ തൻ്റെ മകനെ കുടുക്കിയതാണെന്ന് പലവട്ടം ചാക്കോ പറഞ്ഞിരുന്നു. അവനൊന്നും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. ഒരു സിഗരറ്റ് പോലും വലിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ വളർച്ചയിൽ ആരോ കുടുക്കിയതെന്നും 10 വർഷം പത്മവ്യൂഹത്തിലായിരുന്നുവെന്നും ചാക്കോ പ്രതികരിച്ചിരുന്നു. കരിയറിൽ അവൻ മുൻപോട്ട് പോകുമ്പോൾ അതിനെ തളർത്താനാണ് പലരും ശ്രമിച്ചതെന്നും ചാക്കോ പറഞ്ഞിട്ടുണ്ട്. ഷൈനിന്റെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ചാക്കോ ആയിരുന്നു. ഈ അടുത്താണ് സിനിമയുടെ പ്രൊഡക്ഷൻ കൂടി ഷൈനിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. അതിനും മേൽനോട്ടം വഹിച്ചതും ചാക്കോ ആയിരുന്നു.